വെൽക്കം ടു സീമ ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ തോമസ് കിറ്റിൻ്റെ ദി സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്ന പ്ലേ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ പ്ലേയുടെ ഒരു സ്റ്റോറി ലൈനിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഏതൊരു പ്ലേ ആണെങ്കിലും നോവലാണെങ്കിലും അതിനകത്ത് ഒരുപാട് മേജർ ആൻഡ് മൈനർ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ളൊരു കണക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്റ്റോറി വായിക്കുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ പ്ലേയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കി ഏതൊക്കെ മേജർ ക്യാരക്ടേഴ്സ് മൈനർ ക്യാരക്ടേഴ്സ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വായിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. സോ ഈ ഒരു സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്ന ഈ ഒരു പ്ലേ ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത് ഒരു ആൻഡ്രിയാസിൻ്റെ ഒരു ഗോസ്റ്റ് വരുന്ന ഒരു ഭാഗമാണ് ആദ്യം നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു വാറ് നടക്കുന്നുണ്ട്. ആ വാറിനകത്ത് ആൻഡ്രിയാസ് കൊല്ലപ്പെടുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ആൻഡ്രിയാസിൻ്റെ ഗോസ്റ്റ് വരുന്നതായിട്ടാണ് ആദ്യം നമ്മൾ കാണുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ കോറസാണ് ഈ ആൻഡ്രിയാസും അതുപോലെ ഇതിനകത്തൊരു റിവെഞ്ച് എന്ന് പറയുന്ന ഒരു ആത്മാവുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ആദ്യം നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ അവരിലൂടെയാണ് നമ്മൾ ഈ കഥയെ മനസ്സിലാക്കുന്നത്. അവരവസാനം പോകുന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്ലേ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കഥയിലൂടെ ഈ ഒരു പ്ലേയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ആദ്യം ഇതിനകത്തുള്ള മേജർ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയും. നേരത്തെ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് നമുക്ക് ആൻഡ്രിയാസിൻ്റെ ഗോസ്റ്റ് അതുപോലെ തന്നെ റിവെഞ്ച് എന്ന് പറയുന്ന ഒരു പേഴ്സോണിഫിക്കേഷനാണ് റിവെഞ്ച്. അത് രണ്ടും കഴിഞ്ഞ് പിന്നെ വരുന്നത് മേജർ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. സോ ഫസ്റ്റ് വൺ ഹിരോണിമോ. സ്പെയിനിലെ ഒരു നൈറ്റ് മാർഷലാണ്. നൈറ്റ് മാർഷൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലസിനകത്തെ ഹൈ റാങ്കിങ് ഒഫീഷ്യലാണ് ഈ ഒരു പ്ലേയിലെ ഹീറോ. ദെൻ സെക്കൻഡ് വൺ ബെൽ ഇംപീരിയ. ബെൽ ഇംപീരിയ ഒരു നോബൽ വിമനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഗോസ്റ്റ് അപ്പിയറൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗോസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രിയാസ് ഒരു വാറിലാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൊല്ലപ്പെടുന്നതിന് മുന്നേ ബെൽ ഇംപീരിയയുടെ കാമുകനായിരുന്നു. ദെൻ അതിനുശേഷം ബെൽ ഇംപീരിയ പിന്നീട് രണ്ടാമത് പ്രണയിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഹിരോണിമയുടെ മകനായിട്ടുള്ള ഹൊറേഷ്യോയാണ്. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങൾ മാറരുത്. ബെൽ ഇംപീരിയയുടെ ആദ്യത്തെ കാമുകനായിരുന്നു വാറിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആൻഡ്രിയാസ്. അവരാണ് പിന്നീട് ഗോസ്റ്റായിട്ട് വരുന്നത്. രണ്ടാമത് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ സ്പെയിനിലെ നൈറ്റ് മാർഷൽ ആയിട്ടുള്ള ഹിരോണിമയുടെ മകനായിട്ടുള്ള ഹൊറേഷ്യോയാണ് ബെൽ ഇംപീരിയ രണ്ടാമത് പ്രണയിക്കുന്നത്. നെക്സ്റ്റ് വൺ ലോറൻസോ. ബെൽ ഇംപീരിയയുടെ ബ്രദറാണ് ഈ ഒരു പ്ലേക്കകത്തെ പ്രധാനപ്പെട്ട വില്ലൻ. ദെൻ നെക്സ്റ്റ് വൺ ബാൽത്തസാർ, ദി പ്രിൻസ് ഓഫ് പോർച്ചുഗൽ. ഈ ബാൽത്തസാറാണ് മുന്നേ ഒരു യുദ്ധത്തിൽ ആൻഡ്രിയാസിനെ വധിക്കുന്നത്. പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞ ബെൽ ഇംപീരിയയുടെ ബ്രദറായിട്ടുള്ള ലോറൻസോയുമായിട്ട് സൗഹൃദത്തിലാവുകയും ബെൽ ഇംപീരിയയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കഥാപാത്രം. ദെൻ നെക്സ്റ്റ് വൺ ഹൊറേഷ്യോ. ഹിരോണിമയുടെ മകനാണ്, വളരെ വിശ്വസ്തനായ ഒരു വ്യക്തി. ദെൻ ബെൽ ഇംപീരിയയുടെ രണ്ടാമത്തെ കാമുകൻ. പിന്നെ ഏതൊരു പ്ലേയും പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കോറസ് ഉണ്ടായിരിക്കും. അത് കോറസിലൂടെ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാൻ പറ്റും. സോ ഇവിടെ കോറസായിട്ട് പ്രവർത്തിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ആൻഡ്രിയയുടെ ഗോസ്റ്റാണ്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് നമ്മൾ മേജർ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ മൈനർ ക്യാരക്ടേഴ്സിലേക്ക് പോകും. അതായത് ഒരു സ്റ്റോറി പോകുന്ന സമയത്ത് മേജർ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ തന്നെ മൈനർ ക്യാരക്ടേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. സോ അതൊക്കെയാണ് മൈനർ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. സോ ഫസ്റ്റ് വൺ ഇസബെല്ല, ഹിരോണിമോയുടെ വൈഫ്, അതുപോലെ ഹൊറേഷ്യോയുടെ മദർ. ദെൻ സ്പെയിനിലെ ഒരു കിങ്, ബെൽ ഇംപീരിയയുടെയും ലോറൻസോയുടെയും അങ്കിൾ. ദെൻ ഡ്യൂക്ക് ഓഫ് കാസിൽ, ലോറൻസോയുടെയും അതുപോലെ ബെൽ ഇംപീരിയയുടെയും ഫാദർ. വൈസ്രോയ് ഓഫ് പോർച്ചുഗൽ, ബാൽത്തസാറിൻ്റെ ഫാദർ. ദെൻ പെഡ്രിൻകാനോ, ബെൽ ഇംപീരിയയുടെ സെർവൻറ്റ്. ദെൻ സെർബറിൻ, ബാൽത്തസാറിൻ്റെ സെർവൻറ്റ്. ദെൻ അലക്സാൻഡ്രോ ആൻഡ് വില്ലുപ്പോ ഒരു എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ സ്റ്റോറി ലൈനിലൂടെ പറഞ്ഞുതരാം. ദെൻ ഡോൺ ബസോട്ടോ ഒരു ഓൾഡ് മാനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് സ്റ്റോറി ലൈനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്ലേയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്ന ഒരു വർക്കിനെ കുറിച്ചിട്ടുള്ള ജനറൽ ഔട്ട്ലൈനാണ്.
So the Spanish tragedy, a well-constructed, horrific plot involving murders and sudden deaths, along with gripping scenes where events follow events rapidly. ഇപ്പോൾ ഒരു സംഭവത്തിൻ്റെ പിറകെ മറ്റൊരു സംഭവം പോലെയുള്ള ഹോളിഫിക് സീൻസും പ്ലോട്ട്സുകളൊക്കെ ആയി വളരെ അടുക്കും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലേ ആണ് തോമസ് കിഡിൻ്റെ ദ സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫോറിൻ അരിസ്റ്റോക്രാറ്റിക് സെറ്റിങ്സ്, അതായത് വിദേശ പ്രഭുക്കന്മാർ, അവരുടെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതുപോലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഡയലോഗ്സുകളുണ്ട്, ഡ്രമാറ്റിക് ഐറണി, നാടകീയമായ വൈരുദ്ധ്യങ്ങളുണ്ട്, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ, വളരെ പരിഷ്കൃതമായിട്ടുള്ള അങ്ങനെയുള്ള എഴുത്ത് രീതികൾ അല്ലെങ്കിൽ സംഭാഷണങ്ങളോ സാഹിത്യ ശൈലികളോ ഒക്കെ ഇതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ആ രീതിയിലൊക്കെ സ്പാനിഷ് ട്രാജഡി വളരെയധികം ഫേമസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഗോസ്റ്റിൻ്റെ അപ്പിയറൻസ്, അതുപോലെ തന്നെ പ്ലേക്കകത്ത് പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയുന്ന ആ ഒരു രീതി, ആ ഒരു എഴുത്തിൻ്റെ രീതി. പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലേ ആണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതിനകത്ത് തന്നെ ആ ഒരു കഥയുമായി ബന്ധപ്പെട്ട് വേറൊരു പ്ലേ നാടകം നടക്കുന്നുണ്ടെങ്കിൽ അതായത് പ്ലേ വിത്തിൻ എ പ്ലേ, അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പോൾ ആ രീതിയിലൊക്കെ എന്ത് ആശയമാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രമേയത്തെ വളരെ നല്ല രീതിയിൽ സമർത്ഥമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ ഓഥറിനെ കുറിച്ച് ഷോർട്ട് ഔട്ട്ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. തോമസ് കിഡ് വാസ് എ റിമാർക്കബിൾ എലിസബത്തൻ പ്ലേ റൈറ്റ് ആൻഡ് വൺ ഓഫ് ദി 7 യൂണിവേഴ്സിറ്റി വിറ്റ്സ്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരാളാണ് തോമസ് കിഡ്, ദ മോസ്റ്റ് പോപ്പുലർ എമംഗ് ദ പ്രീ ഷേക്സ്പിയറിയൻ ഡ്രമാറ്റിസ്റ്റ്. So he was a seminal force in English Elizabethan drama and is credited with launching the Elizabethan revenge tragedy. ഈ റിവെഞ്ച് ട്രാജഡി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ജോൺറ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് തോമസ് കിഡിലൂടെയാണ്. തോമസ് കിഡിലെ ഈ ഒരു സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്ന പ്ലേയിലൂടെയാണ്. ഇനി ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് എലിസബത്തൻ ഡ്രാമയിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, ഇംഗ്ലീഷ് എലിസബത്തൻ ഡ്രാമ ഇപ്പോൾ നേരത്തെ നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഒക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ആ 7 റൈറ്റേഴ്സും അവരുടെ വർക്കുകളുമൊക്കെ ഇംഗ്ലീഷ് സാഹിത്യത്തിന് അവർ കൊടുത്ത കോൺട്രിബ്യൂഷൻസ് ആണല്ലോ. അപ്പോൾ തോമസ് കിഡിൻ്റെ സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്റററി ഹിസ്റ്ററിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആദ്യം എന്ന് പറയുന്നത് ഈ ഒരു റിവെഞ്ച് ട്രാജഡി, സ്പാനിഷ് ട്രാജഡി കൊണ്ടുവന്നതാണ്. അത് എലിസബത്തൻ തിയേറ്ററിൽ ഒരുപാട് സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അന്ന് തിയേറ്ററിൽ ഡ്രാമകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പാകത്തിനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ വർക്കിനുണ്ടായിരുന്നു. So it was the most famous play of its age and the great exemplar of the Elizabethan revenge tradition. Then ഇപ്പോൾ മറ്റുള്ള റൈറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തോമസ് കിഡ് ഇപ്പോൾ മാർലോയിനെ പോലെ അല്ലെങ്കിൽ ലില്ലിനെ പോലെയൊന്നും അത്രയധികമൊന്നും വിവേകത്തോടു കൂടി വലിയ ബുദ്ധിപരമായിട്ട് എഴുതുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രാമ സെൻസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ എലിസബത്തൻ തിയേറ്ററിന് ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു റിവെഞ്ച് ട്രാജഡി ഒക്കെ ആകുന്ന സമയത്ത് ഇപ്പോൾ ട്രാജഡി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള സസ്പെൻസുകളും ഹൊറിഫിക് സീനുകളുമൊക്കെ വളരെ നല്ല ഭംഗിയിൽ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്ന പല റൈറ്റേഴ്സും ഈ ഒരു ടോണിൽ എഴുതുന്ന പല റൈറ്റേഴ്സിനും ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഒരുപാട് സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എലിസബത്തൻ കാലഘട്ടത്തിലെ ഓഡിയൻസിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി ഡ്രാമ പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് വേറൊരു കഴിവുണ്ടായിരുന്നു. ഇനി പ്ലേക്കകത്ത് നടന്നിട്ടുള്ള പ്രധാന ഇൻസിഡൻസിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ആരാണെന്ന് വ്യക്തമായി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമാണ് ഈ കഥ പറയുന്ന സമയത്ത് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ആൻഡ്രിയയുടെ സ്പാനിഷ് പ്രഭുവിൻ്റെ ആത്മാവും അതുപോലെ റിവെഞ്ച് ഒരു പ്രതികാരം എന്ന ഒരു അദൃശ്യ ശക്തിയും തമ്മിൽ അവർ രണ്ടുപേരും ആണ് ആദ്യം ഈ ഒരു പ്ലേ സാക്ഷ്യം വഹിക്കുന്നത്. സോ ആൻഡ്രിയയെ പോർച്ചുഗീസ് പ്രിൻസ് ആയിട്ടുള്ള ബാൽത്തസാറാണ് യുദ്ധത്തിൽ കൊല്ലുന്നത്. അപ്പോൾ അത് ഈ ഡ്രാമ പ്ലേ ചെയ്യുന്നതിൻ്റെ ഈ ഒരു പ്ലേ അവിടെ നടക്കുന്നതിൻ്റെ മുന്നേ കഴിഞ്ഞൊരു കാര്യമാണ് അല്ലേ. ബാൽത്തസാർ ഒരു യുദ്ധത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഗോസ്റ്റായി വന്നിട്ടുള്ള ആൻഡ്രിയയെ വധിക്കുന്നുണ്ട്. അതിനുശേഷം
ഈ ഒരു പ്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലെ കാണികളായിട്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ളൊരു പ്രസൻസ്, ഒരു അപ്പിയറൻസ് ഗോസ്റ്റിൻ്റെ വരുന്നത് ഈ ആൻഡ്രയുടെ ഗോസ്റ്റാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ സീനിൽ ബാൽത്തസാറിനെയാണ് കാണുന്നത്. ബാൽത്തസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസിലെ പ്രിൻസാണ്. അപ്പോൾ സ്പെയിനുകാർ ബാൽത്തസാറിനെ തടവിലാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും സ്പാനിഷ് രാജാവിൻ്റെ മകനായിട്ടുള്ള ലോറൻസോ, അതായത് ബെൽ ഇംപീരിയയുടെ ബ്രദർ, ബാൽത്തസാറുമായിട്ട് സൗഹൃദത്തിലാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ലോറൻസോയുടെ മനസ്സിൽ ബാൽത്തസാറിനെ കൊണ്ട് ബെൽ ഇംപീരിയയെ വിവാഹം കഴിപ്പിക്കാൻ ഒരു താല്പര്യം, അതായത് ഇവർക്ക് ഒരു റോയൽ ഫാമിലിക്ക് ഒരു പൊളിറ്റിക്കൽ കണക്ഷൻ അവിടെ ദൃഢമാക്കാൻ, അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട്. പക്ഷേ ബെൽ ഇംപീരിയയുടെ മനസ്സിൽ എപ്പോഴും ആൻഡ്രേ തന്നെ ഉണ്ടായിരുന്നത്. ആൻഡ്രയുടെ വിയോഗം വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഹിരോണിമയുടെ മകനായിട്ടുള്ള ഹൊറേഷ്യയുമായിട്ട് ബെൽ ഇംപീരിയയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ബെൽ ഇംപീരിയയുടെ തന്നെ സെർവൻറ്റിനെ ലൊറൻസോ വരുതിയിലാക്കുകയും പൈസ കൊടുത്തിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹൊറേഷ്യയുമായിട്ട് ബെൽ ഇംപീരിയയ്ക്ക് കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ലൊറൻസോ, അതായത് ബെൽ ഇംപീരിയയുടെ ബ്രദറായിട്ടുള്ള ലൊറൻസോ ബാൽത്തസാറുമായിട്ട് ചേർന്നിട്ട് ഹൊറേഷ്യയെ വധിക്കുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് വരുന്ന ഒരു റിവെഞ്ച് എന്ന് പറയുന്നത്. ഇത് ഹിരോണിമയുടെ ഫാമിലിനെ ആകെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് ഹിരോണിമയുടെ ഭാര്യയ്ക്ക് അത് താങ്ങാവുന്നതിലപ്പുറത്തായിരുന്നു. ഹിരോണിമയ്ക്കും ഒരു ഭ്രാന്തമായ അവസ്ഥയിലായി മാറുകയും ചെയ്യുന്നുണ്ട്. സോ ഇനി വരുന്നത് പ്ലേ വിത്തിൻ എ പ്ലേ, അതായത് നാടകത്തിനകത്ത് തന്നെയാണ് ഒരു നാടകത്തിന് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിയമപരമായ രീതിയിൽ ഒരുപാട് തവണ ഈ ഹൊറേഷ്യനെ വധിച്ചിട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അച്ഛനായിട്ടുള്ള ഹെരമോ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അതിനൊടുവിലാണ് ഒരു റിവെഞ്ചിലേക്ക് ഹിരോണിമയുടെ മനസ്സ് പോകുന്നത്. അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിൽ നടക്കുന്നൊരു ആഘോഷ ചടങ്ങിൽ ലൊറൻസോയിനെയും ബാൽത്തസാറിനെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡ്രാമ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു ഡ്രാമ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ഒരു പ്ലേ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് തന്നെ വേറൊരു പ്ലേ അവിടെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു പെർഫോം ചെയ്യുന്ന ദിവസം ഡ്രാമ വളരെ ഭംഗിയായി തന്നെ ആ ഒരു കഥയെ ഇവിടെ നടന്നിട്ടുള്ള യഥാർത്ഥ സംഭവത്തിനെ ആസ്പദമാക്കിയിട്ട് തന്നെ ഒരു ഡ്രാമ അവിടെ പെർഫോം ചെയ്യുകയും അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഈ കഥാപാത്രങ്ങൾ, അതായത് ലൊറൻസോയും ബാൽത്തസാറിനെയും യഥാർത്ഥത്തിൽ ബെൽ ഇംപീരിയയും ഹിരോണിമോയും ചേർന്നിട്ട് കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് മകനെ ഇല്ലാതാക്കിയതിൻ്റെ ആ ഒരു റിവെഞ്ച് അവിടെ കംപ്ലീറ്റ് ആയി. ശേഷം ബെൽ ഇംപീരിയ സ്വയം അവിടെ ഇല്ലാതെയാവുന്നുണ്ട്, സ്വയം ജീവൻ ഇല്ലാതെയാക്കുന്നുണ്ട്. അതിനുശേഷം ഹിരോണിമോ എല്ലാ ആളുകളുടെയും മുമ്പിലും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയും ഏറ്റവും ഒടുവിൽ ഹിരോണിമോയും അങ്ങനെ സ്വയം ജീവൻ ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന അങ്ങനെയാണ് ആ ഒരു പ്ലേ അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ തുടക്കം മുതൽ ഇതെല്ലാം സാക്ഷിയായി നിന്നിട്ടുള്ള ആൻഡ്രയുടെ ഒരു ഗോസ്റ്റ് ഉണ്ടല്ലോ, ഒരു ആത്മാവുണ്ടല്ലോ, അവർ ഓരോ ശത്രുക്കൾക്കും അർഹിക്കുന്ന ഒരു ശിക്ഷ കിട്ടി എന്നുള്ള ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് തിരിച്ചു മടങ്ങുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ റിവെഞ്ച് ട്രാജഡി എന്ന് പറയുന്ന ആ ഒരു ജോൺറയെ ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു തോമസ് കിറ്റിൻ്റെ ദി സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള മൈനർ ക്യാരക്ടേഴ്സ് ഇസബെല്ല, പിന്നെ ഹിരോണിമയുടെ വൈഫ്, അതായത് ഹൊറേഷ്യൻ്റെ അമ്മ, വളരെ വിഷമത്തോട് കൂടിയിട്ട് മകൻ്റെ മരണം കാണുന്നൊരു ആ ഒരു സീനുണ്ട്. അതുപോലെ കിങ് ഓഫ് സ്പെയിൻ ബെൽ ഇംപീരിയയുടെയും ലൊറൻസോയുടെയും അങ്കിളിന് ഒരു സീനുണ്ട്. അതുപോലെ ഡ്യൂക്ക് ഓഫ് കാസ്റ്റിൽ, അതായത് ബെൽ ഇംപീരിയയുടെയും ലൊറൻസോയുടെയും ഫാദർ. അപ്പോൾ ഇവരൊന്നും നമ്മൾ വിട്ടു പോകരുത്, മൈനർ ക്യാരക്ടേഴ്സാണ്. പിന്നെ ചില സെർവൻസുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെയാണ് മിക്കപ്പോഴും ചില മേജർ ഇൻസിഡൻസിലേക്ക് എത്തിക്കുന്നതിനുള്ള ചില കഥാപാത്രങ്ങളായിട്ട് മൈനർ ക്യാരക്ടേഴ്സ് അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തോമസ് കേറ്റിൻ്റെ ദി സ്പാനിഷ് ട്രാജഡിക്കകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ദി പ്ലേ എക്സ്പോസ് തീംസ് ഓഫ് ജസ്റ്റിസ്, റിവെഞ്ച്, മാഡ്നസ് ആൻഡ് കറപ്ഷൻ. ഇത്രയാണ് ഇതിനകത്തുള്ള മേജർ തീംസ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ എസ്സേ എഴുതുന്ന സമയത്ത്
തോമസ് കീറ്റിൻ്റെ സ്പാനിഷ് ട്രാജഡി ഒരു റിവെഞ്ച് പ്ലേ ആണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എക്സാമിന് ഏതാണ് ക്വസ്റ്റ്യൻ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ തുടക്കത്തിൽ തന്നെ എലിസബത്തൻ കാലഘട്ടത്തിൽ റിവെഞ്ച് പ്ലേയുടെ ഇമ്പോർട്ടൻസ് ആ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് ആദ്യം എഴുതുക. ദെൻ തോമസ് കീറ്റിനെ കുറിച്ച് 1, 2, 3 ലൈൻസ് നിങ്ങൾ എഴുതുക. ഒരുപാട് വർക്ക്സുകളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ മാത്രം എഴുതുക, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1, 2 എഴുതുക. ദെൻ റിവെഞ്ച് പ്ലേ, റിവെഞ്ച് ട്രാജഡി, എലിസബത്തൻ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം അത് മസ്റ്റായിട്ട് നിങ്ങൾ ഒരു പാരഗ്രാഫിൽ ഉൾപ്പെടുത്തുക. ദെൻ ഈ ഒരു പ്ലേയുടെ മേജർ ക്യാരക്ടേഴ്സും മൈനർ ക്യാരക്ടേഴ്സും എഴുതേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് മാത്രമായിട്ട് ചോദിക്കുന്ന സമയത്തായിരിക്കും അത് എഴുതേണ്ടി വരുള്ളൂ. അല്ലാത്ത ഒരു സമ്മറി ആ ലെവലിൽ കൂടെ പോകുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സിനെ എടുത്തെഴുതേണ്ട ആവശ്യമില്ല. കഥയുടെ യഥാർത്ഥ ഓരോ പ്ലോട്ടിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഇൻസിഡൻസ് അതുമാതിരി കണക്റ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്ലേ എലിസബത്തൻ കാലഘട്ടത്തെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നതിലേക്ക് എസ്സേനെ കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ റിവെഞ്ച് ട്രാജഡി എന്ന് പറയുന്ന ജോൺ ഡാസിലേക്ക് എത്രമാത്രം ഈ ഒരു വർക്കിന് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെയാണ് നിങ്ങൾ എഴുതി ഫലിപ്പിക്കേണ്ടതായിട്ട് വരിക. സോ ഒരിക്കലും ജസ്റ്റ് ഒരു കഥ ഒരിക്കലും എഴുതി വെക്കരുത്. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും സ്റ്റാർട്ടിങ്ങിൽ റിവെഞ്ച് പ്ലേയുടെ ഇമ്പോർട്ടൻസും സെക്കൻഡ് or തേർഡ്, ഫോർത്ത് പാരഗ്രാഫുകളിലാക്കിയിട്ട് സ്റ്റോറി ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ആയിട്ടും ഏറ്റവും അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഒരു റിവെഞ്ച് പ്ലേ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും ജസ്റ്റ് ഒരു കഥ മാത്രമാക്കിയിട്ട് എസ്സേ എഴുതിയിട്ട് പോരരുത്. താങ്ക് യു സോ മച്ച്.